ഹായ്, ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനും ഒരാൾക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടി നേരത്തെ ഒന്ന് കെരാറ്റീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെരാറ്റീൻ ചെയ്തതുകൊണ്ട് നല്ല കേൾസ് കിട്ടത്തില്ല. എൻഡിന് ഒരു ചെറിയ വേവി മാത്രമേ കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ ഹെയർ ഒരു 6 മാസത്തിൽ കൂടുതലായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ചെയ്തതാണ്. ഇപ്പോൾ അത് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ ഇപ്പോൾ 3-ാമത്തെ തവണയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ആദ്യം നേരത്തെ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് സ്മൂത്തനിങ്ങും വോളിമൈസൊക്കെ ചെയ്ത് ഹെയർ നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. പിന്നെ ആ ഹെയർ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആക്കി കൊടുത്തു. ഇപ്പോൾ ഇത് 3-ാം തവണയാണ് വന്നിരിക്കുന്നത്. ഹെയറിന് യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ നമ്മൾ റൂട്ട് ടച്ചും കെരാറ്റീനും കൂടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് വന്നപ്പോൾ നമ്മൾ റൂട്ട് ടച്ച് മാത്രമായിരുന്നു ചെയ്തത്. കാരണം നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റൂട്ട് ടച്ച് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം അതിന് എത്രമാത്രം ഡ്രൈനെസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയും അതിന് കെരാറ്റീനും കൂടെ ചെയ്യുന്നതാണ് നല്ലതെന്ന്. അതുപോലെ ഹെയർ കളറൊക്കെ ചെയ്യുന്ന ഹെയറിനാണെങ്കിലും റൂട്ട് ടച്ചിൻ്റെ കൂടെ നമ്മൾ കെരാറ്റീനും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അതല്ല ഒന്നും നമ്മുടെ നല്ല ഹെയർ എന്ന് പറയുന്നത് ഹെന്ന ചെയ്യാത്തതും ഹെയർ കളറുകളൊക്കെ യൂസ് ചെയ്യാത്ത ഹെയർ, അങ്ങനെയുള്ള ഹെയറിനാണെങ്കിൽ നമ്മൾ റൂട്ട് ടച്ച് മാത്രം ചെയ്താൽ മതി, കെരാറ്റീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ മാത്രം ആയാലും മതി നല്ല ഹെയർ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ചെറിയ വീവിയൊക്കെയുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഫ്രിസി അല്ലാത്ത ഹെയറിന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ മാത്രമായാലും നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. നല്ല ഡ്രൈനെസ്സും ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഹെയറൊക്കെ ആണെങ്കിൽ നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ കെരാറ്റീനും കൂടെ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഹെയർ നല്ല ഹെൽത്തി ആവും, ഹെയറിന് പിന്നെ യാതൊരു കുഴപ്പമില്ല. നമ്മൾ 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 വർഷമോ 2 വർഷമോ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കെരാറ്റീനും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പം ഒരു 2 വർഷം കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. ഇതുവരെ വരാൻ പറ്റിയില്ല. ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. ഇതിനിടയ്ക്ക് വെച്ച് കൂട്ടി ഒന്ന് കെരാറ്റീൻ ചെയ്തിരുന്നു. അപ്പം കെരാറ്റീൻ ചെയ്ത ഹെയറിന് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ചെയ്താൽ ചെറിയ വേവിയെ കിട്ടത്തുള്ളൂ, നല്ല കേൾസ് കിട്ടത്തില്ല. എന്നാൽ ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറും കൂടെ, അതുകൊണ്ട് ചെറിയ വേവിയായിട്ടേ കിട്ടത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞിരുന്നു. അത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചെറിയ വേവിയ ഫേസിന് നല്ല ഭംഗിയും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ക്രീം ഇട്ടിട്ട് വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷമേ ഡ്രയർ ഉപയോഗിക്കത്തുള്ളൂ. അതും നല്ല ഹോട്ടല്ല, കൂളും ഹോട്ടും കൂടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അയൺ കൊടുത്തിട്ട് ന്യൂട്രലൈസർ ഇടും. ന്യൂട്രലൈസർ ഇട്ടതിന് ശേഷം വീണ്ടും വാഷ് ചെയ്തിട്ട് നമ്മൾ കെരാറ്റീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ കെരാറ്റീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ നന്നായിട്ട് ഡ്രയർ ചെയ്യണം. അത് 100% ഡ്രയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ നല്ല ഭംഗിക്ക് കിട്ടത്തുള്ളൂ, കെരാറ്റീൻ്റെ ആ ഒരു റിസൾട്ട് വരത്തുള്ളൂ. ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയറാണ്. നല്ല ഭംഗിയുള്ള ഹെയറായിട്ടാണ് കിട്ടിയത്. കാരണം ഈ ചെറിയ വേവിയ ഫേസിന് നല്ലത്, ഹെയറിനും നല്ല വോളിയം തോന്നിക്കുകയും ചെയ്യും. ഇനി ഇത് ഓരോ വാഷ് കഴിയും തോറും വോളിയം കൂടുതൽ തോന്നിക്കും. ഇത് അഴിച്ചിട്ടോണ്ട് നടക്കുകയും കെട്ടി വെക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ ക്രൗൺ ഏരിയ ഭംഗി ഇതാ. ഹായ്, ഞാൻ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ വന്നത് ചേച്ചിയോടുള്ള ട്രസ്റ്റിൻ്റെ പേരിലാണ്. ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടാണ്. അപ്പം ചെയ്ത വർക്കെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കൂടെ നല്ലൊരു ടീമും കൂടെയുണ്ട്. അന്നിപ്പം പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ലൊരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ. 6 മാസം മുൻപാണ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ചെയ്തത്. അപ്പോൾ കിളിർത്ത് വന്നിട്ടുള്ളത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കേൾസ് ഇല്ലാതെ നല്ല ഹെയറായിട്ട് തന്നെ എപ്പോഴും ഹെയർ കിടക്കുന്നത്. ഇപ്പോൾ ഇത് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. കാരണം കേൾസ് എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയറാണ്. ഇതിനിടയ്ക്കുള്ള ഭാഗങ്ങൾ എടുത്തില്ല, അതുകൊണ്ടാണ് അത് ഇടാഞ്ഞത്. അപ്പോൾ ഇത് ഗുരുവായൂർ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഹെയർ ഇതിന് ക്രൗൺ ഏരിയയാണ്.
ഇത് മൂന്നാമത്തെ ഹെയറും. ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിന് ആദ്യം വന്ന് ചെയ്ത്, പിന്നെ റൂട്ട് ടച്ച്. ഇപ്പം നമ്മൾ റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ ഹെയർ നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു എൻ്റെ കിട്ടുന്നത്. ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ് എന്നാലും ഞാനൊരു ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തിട്ടുണ്ട് ഹെയർ. അപ്പം ലെങ്ത് കുറയ്ക്കുന്നത് ഇഷ്ടമല്ല. ഇത് നമ്മൾ ഗുരുവായൂർ പാർലറിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കുള്ളത് നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് ഇടയ്ക്കുള്ളത് ഇടാഞ്ഞത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമുട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.